ഇനി ഓസ്റ്റിയോമലേഷ്യ. ബോൺ സോഫ്റ്റൻ ആകുന്നു, അതായത് കാൽസ്യം ആൻഡ് വൈറ്റമിൻസ് കുറവ് മൂലം ബോൺ സോഫ്റ്റൻ ആകുന്നു. ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് കഴിക്കുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. വൈറ്റമിൻ ഡി ഈസ് റിക്വയർഡ് ഫോർ കാൽസ്യം അബ്സോർപ്ഷൻ. ഇനി കോസസ് നമുക്ക് നോക്കാം. സൺലൈറ്റ് എക്സ്പോഷർ കുറയുമ്പോൾ എക്സ്റ്റെൻസീവ് ബോൺസ്, പിന്നെ കിഡ്നി ഡിസീസസ്, ക്രോണിക് ഡയേറിയ, സം ഡ്രഗ്സ് ലൈക്ക് ഫെനീഷ്യൻ, ഒബ്സിറ്റി, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് ഡയഗ്നോസിസ് ഫീച്ചേഴ്സ് നോക്കാം. എക്സ്റേയിലെ ലോസ് ട്രാൻസ്ഫോർമേഷൻ, ബോൺ, പിന്നെ അസസ്മെൻറ്റ് നമുക്ക് നോക്കാം. പെയിൻ, ഡിഫിക്കൽറ്റി ഇൻ മൂവിങ്, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, ഹിപ്സ് ലെവലിനേക്കാളും താഴെയാണ് നീ ലെവലെങ്കിൽ, പിന്നെ ബോൺ പെയിൻ, മസിൽ പെയിൻ, വെയിറ്റ് ലോസ്, ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക, അബ്സോർപ്ഷൻ ഇഷ്യൂ ട്രീറ്റ് ചെയ്ത് സൺലൈറ്റ് എക്സ്പോഷർ കൂട്ടുക. സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് അസോസിയേറ്റഡ് ഡിസീസസ്, കാൽസ്യം ഫോസ്ഫേറ്റൊക്കെയും ഡയറ്റിൽ കൂട്ടാം. ഡയറ്ററി മോഡിഫിക്കേഷൻസ്, പിന്നെ വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്സ് കഴിക്കുക.